2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയായത് ദുബായ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം. മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകളിൽ നിന്ന് നൽകുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾക്കും ലൈസൻസും കെട്ടിട പെർമിറ്റുകൾക്കും അധിക ഫീസ് ഈടാക്കുന്നത് ഏത് പേരിലാണ്? ഡിജിറ്റൽ കോസ്റ്റ്. സെബി ആരംഭിച്ച ഏറ്റവും കുറഞ്ഞ മ്യൂച്വൽ ഫണ്ട് തുക 250 രൂപ. എന്താണ് കതിർ ആപ്പ്? കാർഷിക സേവനങ്ങൾക്കായി കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനമാണ് കതിർ ആപ്പ്. കതിറിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. ചിങ്ങം 1 കേരള കർഷക ദിനത്തിലാണ് കതിർ ആപ്പ് നിലവിൽ വന്നത്. കാലാവസ്ഥാ വിവരങ്ങൾ, മണ്ണ് പരിശോധന, കാർഷിക പദ്ധതി വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ, കൃഷി സംബന്ധമായ വിദഗ്ധോപദേശം തുടങ്ങിയവയാണ് കതിർ ആപ്പ് വഴി ലഭ്യമാകുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി ലാർസൻ ആൻഡ് ടബ്രോ. എന്താണ് സർപ്പ ആപ്ലിക്കേഷൻ? പാമ്പ് കാരണം ജനങ്ങൾക്ക് ഭീതിയോ അപകടമോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ നേരിടാൻ കേരള വനം വകുപ്പിൻ്റെ സർപ്പ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. പാമ്പുകളെ കണ്ടാൽ ഉടനെ സർപ്പ ആപ്പിലൂടെ വനം വകുപ്പിനെ അറിയിക്കാം. പരിശീലനം ലഭിച്ച സ്നേക്ക് ഹാൻഡ്ലേഴ്സ് എത്തി പിടികൂടും. തലയോട്ടി ഇളക്കിയുള്ള ക്യാൻസർ ശസ്ത്രക്രിയ മൂക്കിലൂടെ നടത്തി നേട്ടം കൈവരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ICC അവാർഡുകളിൽ 2024 മികച്ച അമ്പയർക്കുള്ള അവാർഡ് നേടിയത് റിച്ചാർഡ് ഇല്ലിംഗ്വർത്ത്. എന്താണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്? വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയുന്നതിനായി കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. വിഴിഞ്ഞത്ത് എത്തുന്ന ഏഷ്യയും യൂറോപ്പിനെ ബന്ധിക്കുന്ന ജേഴ്സ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യ കപ്പലാണ് MSC മിയ. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പേരിൽ ഒരു പുസ്തകം 2024 ജനുവരി 2 ന്യൂഡൽഹിയിൽ ആരാണ് പ്രകാശനം ചെയ്തത്? അമിത് ഷാ.